ഹലോ, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, വള്ളുവനാട് ഹോസ്പിറ്റൽ. ഹീമോഫീലിയ ഒരു രക്തസ്രാവ വൈകല്യം അഥവാ ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. ഇതിനെക്കുറിച്ചുള്ള അവബോധം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ 17 ഏപ്രിൽ എല്ലാ വർഷവും വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത് ഒരു എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ അഥവാ എക്സ് ക്രോമസോം വഴി അതിലുള്ള ഡിഫക്റ്റ് വഴി അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആവുന്ന ഒരു ഡിസോർഡറാണ്. ഇത് കൂടുതലായും കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ഈ രോഗത്തിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അധികമായും കാണപ്പെടുന്നത് പേശികളിലും സന്ധികളിലുമുള്ള രക്തസ്രാവമാണ്. സന്ധികളിൽ വരുന്ന രക്തസ്രാവത്തെ നമ്മൾ ഹീമാത്രോസിസ് എന്ന് പറയും. അത് തന്നെ മുട്ടുകളിൽ, കണങ്കാലിൽ എല്ലാം കാണപ്പെടുന്നതാണ്. അതേപോലെ തന്നെ പേശികളിലെ രക്തസ്രാവം, അതോടുകൂടി തന്നെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ബ്ലീഡിങ്, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ഈ അസുഖത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, അതായത് ഫാക്ടർ 8, ഫാക്ടർ 9 എന്നീ ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ആണ്. ഈ ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ആയതിനാൽ തന്നെ ഇതിന്റെ റീപ്ലേസ്മെന്റ് അഥവാ ഫാക്ടർ റീപ്ലേസ്മെന്റ് ആണ് ഇതിന്റെ ചികിത്സ. ഈ വർഷത്തെ ഹീമോഫീലിയ ഡേയുടെ തീം ആക്സസ് ടു ഓൾ, വിമൻ ആൻഡ് ഗേൾസ് പ്ലീഡ് ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീമോഫീലിയ ഒരു എക്സ്-ലിങ്ക്ഡ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ആണുങ്ങളിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആണുങ്ങളിലാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പക്ഷേ എങ്കിലും ഫീമെയിൽസിലുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലീഡിംഗ് ഡിസോർഡർ ഹീമോഫീലിയ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഫീമെയിൽസിലുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് വളരെ അണ്ടർ ഡയഗ്നോസ്ഡും അണ്ടർ ട്രീറ്റഡും ആയിരിക്കും. കാരണം ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് പലർക്കും അറിയില്ല. അതേപോലെ എപ്പോൾ ഒരു ഡോക്ടറെ കാണും, എന്താണ് അബ്നോർമൽ എന്നും പലർക്കും മനസ്സിലാക്കാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഫീമെയിൽസിൽ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിൽ കൂടുതലുള്ള അളവുകളോ കുറവുള്ള അളവുകളോ പലർക്കും തിരിച്ചറിയാൻ പറ്റാറില്ല. ഫീമെയിൽസിൽ ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ നമ്മൾ സസ്പെക്ട് ചെയ്യണമെങ്കിൽ സാധാരണമായും സ്ത്രീകൾ വരാൻ പോകുന്നത് ഒരു ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും. അതായത് ആർത്തവ കാലത്തെ രക്തസ്രാവം വളരെ അധികമായി കാണപ്പെടുന്നു. അത് കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക, ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും പാഡ് ചെയ്യേണ്ടി വരാം. പക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പല കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു കൺസിഡറേഷനായി വെക്കേണ്ടത്. ചെറിയ മുറിവുകൾക്ക് ഒരുപാട് നേരമുള്ള ബ്ലീഡിങ്, അതായത് 5 മിനിറ്റിൽ കൂടുതൽ വളരെ ചെറിയ മുറിവുകൾ കാരണം ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ബ്ലീഡിങ് ഡിസോർഡർ സസ്പെക്റ്റഡ് ആവുണ്ടാവണം. അതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എപ്പോഴും കുറവായി തന്നെ ഇരിക്കുക, മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകുക, ഇതെല്ലാം കോമൺ ആയിട്ട് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിൽ കാണപ്പെടുന്നതാണ്. ഈ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിന്റെ സസ്പിഷൻ വന്നാൽ തന്നെ നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയരാവേണ്ടതാണ്. അതിലും നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ എപ്പോഴെങ്കിലും ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയരാകുന്നതാണ് ഏറ്റവും നല്ലത്.